മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നത് സ്വർണ്ണക്കടത്തിൽ ശശി തരൂരിന്റെ സ്റ്റാഫ് അംഗം പിടിയിൽ. കസ്റ്റംസ് പിടിയിലായത് ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദ് ആണ്. ശിവകുമാറിൽ നിന്നും കൂട്ടാളിയിൽ നിന്നും 500 ഗ്രാം സ്വർണം പിടികൂടി. ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഈ സ്വർണം എവിടെ നിന്ന് എത്തിച്ചു എന്നത് സംബന്ധിച്ച് വിവരം ലഭ്യമായിട്ടുണ്ട്? അഭിലാഷ്, ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ 2 പേരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സംശയത്തിന്റെ പേരിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിനിടയിലാണ് ഇവരുടെ പക്കൽ നിന്ന് 500 ഗ്രാം സ്വർണം പിടികൂടിയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്. ശശി തരൂർ MP മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ചുമതലയുള്ളതിനാൽ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ശിവകുമാർ പ്രസാദ് അറസ്റ്റിലാകുന്നത്, ഈ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത് എന്നതാണ് ചേർത്തുവേണ്ട കാര്യം. എന്തായാലും ഇത് ഞെട്ടിച്ചു എന്ന വെളിപ്പെടുത്തലുമായി ശശി തരൂരും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി കസ്റ്റംസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശിവകുമാർ പ്രസാദ് അടക്കം 2 പേരെ കൂടിയാണ് വിമാനത്താവളത്തിൽ വെച്ച്, ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ പ്രിവിലേജ് ഉപയോഗിച്ച്, അതായത് ശശി തരൂരിന്റെ PA എന്ന ആ പ്രിവിലേജ് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് സമാനമായ തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അത് മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചിരിക്കുന്നതും. അഭിലാഷ്, ഏത് രൂപത്തിലാണ് ഈ സ്വർണം കടത്തുന്നത്? പല രൂപത്തിലാണല്ലോ. ഏത് തരത്തിലാണ് ഈ സ്വർണ്ണക്കടത്ത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാൻ? അഭിലാഷ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. സ്വകാര്യ വാർത്താ ഏജൻസി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇന്നലെ രാത്രി തന്നെ പുറത്തുവിട്ടത്. പക്ഷേ ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ശശി തരൂർ തന്നെ ഇക്കാര്യം, ഈ അറസ്റ്റ്, ഈ കസ്റ്റഡിയിലെടുത്ത വാർത്ത ഞെട്ടിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. സ്വാഭാവികമായി ശശി തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ വലിയ തരത്തിൽ പ്രചാരണം നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം പ്രചാരണത്തിന് പോവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ PA ഇങ്ങനെ അറസ്റ്റിലാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സ്വാഭാവികമായി അത് ഏത് പശ്ചാത്തലത്തിലാണ് എന്ന കാര്യമൊക്കെ കസ്റ്റംസ് തന്നെ വിശദീകരിച്ചേക്കും എന്നാണ് സൂചന. എന്തായാലും ഏത് രൂപത്തിലാണ് ഈ പിടികൂടിയ സ്വർണം ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം വ്യക്തത വരുമെന്നാണ് കരുതപ്പെടുന്നതും. അഭിലാഷ്, ഇതിലിപ്പോൾ ഈ ശശി തരൂരിന്റെ തന്നെ ട്വീറ്റ് പുറത്തു വരുന്നുണ്ട്. അതിൽ മുൻ സ്റ്റാഫ് അംഗമായി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും ഈ താൽക്കാലിക ജീവനക്കാരനാണോ ഈ തരത്തിൽ? അതായത് തരൂരിന്റെ ജീവനക്കാരൻ എന്ന് നമുക്ക് സാങ്കേതികമായി ഇപ്പോഴും പറയാവുന്ന തരത്തിൽ തന്നെയാണോ ഡാൻ? സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ PA ആയി ലോക്സഭയിൽ ഈ ശിവകുമാർ പ്രസാദ് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഉറപ്പാക്കുന്ന അദ്ദേഹത്തിന്റെ ID കാർഡ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ ID കാർഡ് അടക്കം അതൊക്കെ ലഭ്യമായിട്ടുമുണ്ട്. സ്വാഭാവികമായി ഏത് കാലയളവ് വരെ ആയിരുന്നു അദ്ദേഹത്തിന് ലോക്സഭയിൽ ഈ PA ആയി തുടരാൻ ചുമതല എന്ന് നമുക്ക് വ്യക്തമായി കാണില്ല. പക്ഷേ ശശി തരൂരിന് വേണ്ടി സ്റ്റാഫ് അംഗമായി അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതിൽ പ്രധാനിയായിരുന്നു ശിവകുമാർ പ്രസാദ്. അതുകൊണ്ട് തന്നെയാണ് തരൂരിലേക്ക്, അല്ലെങ്കിൽ തരൂർ വ്യക്തമായ ഒരു ബന്ധമുള്ളയാളാണ് ശിവകുമാർ പ്രസാദ് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇത് വലിയ തരത്തിൽ ഇപ്പോൾ വാർത്ത നൽകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളതും. അഭിലാഷ്, പലപ്പോഴും ഈ സ്റ്റാഫ് അംഗങ്ങളായി വരുന്നവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴെങ്കിലും അത് പാർട്ടിയുടെ നോമിനികൾ ആകാറുണ്ട്. ചിലപ്പോൾ ഈ MP-മാരുടെ താല്പര്യാർത്ഥമുള്ള വ്യക്തികളുമൊക്കെ ആകാം സ്റ്റാഫായി വരുന്നത്. അതിലും ഇനി വ്യക്തത കൈവരേണ്ടതുണ്ടല്ലേ? സ്വാഭാവികമായി ഏതാണ് ഈ പശ്ചാത്തലം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. അദ്ദേഹം മുൻ സ്റ്റാഫായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് കാലയളവ് വരെയാണ് അദ്ദേഹം തരൂരിനോടൊപ്പം ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ MP-യുടെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിലുള്ള ശശി തരൂരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ഒന്നും ഈ ശിവകുമാർ പ്രസാദിനെ പറ്റി പറയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി ആ പേര് അവിടെ നിന്ന് നീക്കം ചെയ്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. ഔദ്യോഗിക വെബ്സൈറ്റിലടക്കം ശിവകുമാർ പ്രസാദ് എന്ന പേര് കാണുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
റൈറ്റ്, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസമാണ് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ 7ാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ NDAയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണിപ്പോൾ ശശി തരൂർ MPയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള PA ആയിരുന്ന വ്യക്തി സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇത് മറ്റൊരു തരത്തിലുള്ള സ്വർണ്ണക്കടത്താണ് എന്ന് തന്നെ പറയാം. സ്വർണം കടത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 500 ഗ്രാം സ്വർണം ഇദ്ദേഹം കടത്തി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ പരിശോധിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്ന കാര്യം ശശി തരൂർ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ശിവകുമാർ പ്രസാദ് എന്ന വ്യക്തിയാണ് ഇത്. ശശി തരൂരിൻ്റെ മുൻ PA ആയിരുന്നു എന്നാണ് തരൂർ പറയുന്നത്. ഈ അറസ്റ്റ് ഞെട്ടിച്ചു എന്നും പറയുന്നുണ്ട്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാകും. ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇതിലിപ്പോൾ നിജസ്ഥിതി എന്ത് എന്നത് അറിയാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ രാഷ്ട്രീയമായി ഇതൊരു ആയുധമായി മാറുമല്ലോ. സ്വാഭാവികമായി അങ്ങനെ മാറാനാണ് സാധ്യത. പക്ഷേ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് ആ ട്വീറ്റ് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം ധർമ്മശാലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വാർത്ത കേൾക്കാനിടയായത്. അദ്ദേഹത്തിന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്ന 72 വയസ്സുകാരനായ ശിവകുമാർ പ്രസാദ് ആണ് ഇങ്ങനെ അറസ്റ്റിലായിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നുവെന്നും അദ്ദേഹം ഈ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരുന്ന ആളാണെന്നുമൊക്കെ ഈ ശശി തരൂരിന്റെ ട്വീറ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നടപടി ഞെട്ടിക്കുന്നുവെന്ന വിശദീകരണവുമായാണ് ശശി തരൂർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി വിമാനത്താവളത്തിൽ സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നത് ഈ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള ശിവകുമാർ പ്രസാദ് ആണ് എന്നും ശശി തരൂർ ട്വീറ്റിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി തരൂരിനെ ഇതുമായി ബന്ധപ്പെട്ട് വലിച്ചിഴയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം തരൂരിന്റെ അനുഭവമായിട്ടുള്ള കൃത്യമായ ബന്ധം എന്തായിരുന്നു തരൂർ തന്നെ ഈ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് വേണം നിലവിൽ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനും. അഭിലാഷ്, അപ്പോഴും ഈ അറസ്റ്റിലായ വ്യക്തികളുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ടല്ലേ? സ്വാഭാവികമായി ഇനി ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടത് ഈ തരൂരിന്റെ പ്രിവിലേജ് അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പറാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ് തുടങ്ങിയ അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള ശിവകുമാർ പ്രസാദ് ഈ സ്വർണം കടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരാറുള്ളത്. അത് സ്വാഭാവികമായി വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കസ്റ്റംസിന്റെ കാര്യങ്ങളിൽ ധാരണ ഉണ്ടാകുകയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു അഭ്യൂഹങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുമില്ല. സ്വാഭാവികമായി വൈകാതെ തന്നെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും കസ്റ്റംസ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് കഴിയുമ്പോൾ ആ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയുള്ളൂ. ആ ചോദ്യം ചെയ്യൽ വിശദമായി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ തരൂരിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ സ്വർണം കടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുമുള്ളൂ. ഡാൻ, ഇത് തീർച്ചയായും രാഷ്ട്രീയമായി NDAയും BJPയും പ്രയോഗിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖറിന്റെ എക്സിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഫസ്റ്റ് CM സെക്യൂരിറ്റി ഇൻവോൾവ്ഡ് ഇൻ ഗോൾഡ് സ്മഗ്ലിംഗ്, നൗ കോൺഗ്രസ് MP aide detained for gold smuggling. CPM and Congress both India Alliance partners എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിതാ BJP നേതാക്കൾ ഏറ്റെടുക്കുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. സ്വാഭാവികമായി നമുക്കൊരു കാര്യം അറിയാവുന്നതാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഔദ്യോഗികമായി ബാങ്ക് അക്കൗണ്ടിൽ റിലീസ് ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നൽകിയ നിർദ്ദേശം. ആ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ധനസമാഹരണം നടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായി കോൺഗ്രസ് അനുഭവമുള്ള വ്യാപാരികളിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ സംഭാവനകൾ സ്വീകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഏതെങ്കിലും വഴിയിലാണോ ഇദ്ദേഹത്തിന്റെ കൈവശം ഈ സ്വർണം എത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവിക
സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താവണം ആ വിശദമായ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് എങ്കിൽ ഇദ്ദേഹം ശശി തരൂരിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം നടക്കും. പക്ഷേ വിമാനത്താവളത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ കസ്റ്റംസിന് ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാവുകയുള്ളൂ. സ്വാഭാവികമായി ഡൽഹി പോലീസ് ആയിരിക്കാം അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണ്ടിവരുന്ന സാഹചര്യമുണ്ടായാൽ ആ അന്വേഷണങ്ങളിലേക്ക് കടക്കുക. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തു കൂടിയാണ് ഇത്തരത്തിൽ ശശി തരൂർ എംപിയുടെ PA ആയിരുന്ന വ്യക്തി സ്വർണവുമായി പിടിയിലാകുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ ആണ് അദ്ദേഹം പിടിയിലായിട്ടുള്ളത്. ശശി തരൂരിൻ്റെ മുൻ PA എന്നാണ് തരൂർ പറയുന്നത്. സ്വർണം കടത്തിയതിന് 2 പേർ ആണ് ഇപ്പോൾ 500 ഗ്രാം സ്വർണം കടത്തി, അതായത് 1/2 കിലോ സ്വർണം കടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ്, തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്നാൽ ശിവകുമാറിൻ്റെ പശ്ചാത്തലമെന്ത് എന്നതിൽ ഉൾപ്പെടെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. രാഷ്ട്രീയമായി എതിരാളികൾ വലിയ തോതിൽ, അതായത് BJP ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ കേരളത്തിൻ്റെ CM-ന്റെ ഓഫീസ് ആയിരുന്നു സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ കോൺഗ്രസ് MPയുടെ ഓഫീസും അതിന് നേതൃത്വം നൽകുന്നു എന്ന വിമർശനം ഉന്നയിക്കുകയാണ് BJP.